ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുപഴമാണ് കേട്ടോ. ഒരു 4 ചെറുപഴം ഞാൻ നല്ലപോലെ പഴുത്തത് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മിക്സിയിലിട്ട് അടിക്കേണ്ട കാര്യമില്ല, നല്ലപോലെ ഒന്ന് നമുക്ക് ഞെരടി എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, അതുപോലെ തന്നെ ശർക്കര എൻ്റെത് ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന നല്ല ശർക്കരയായിരുന്നു കേട്ടോ. അപ്പോൾ ശർക്കര ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് ഓഫ് സോഡാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകാനൊന്ന് പൊങ്ങി വരാനും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് മാത്രം നമ്മുടെ കറുത്ത എള്ള്, അതുപോലെ തന്നെ കുറച്ച് ജീരകവും 2 ഏലക്കയും കൂടെ പൊടിച്ചതും കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി അത് യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ മെയിൻ അടുത്ത സാധനം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകട്ടോ. നമ്മളിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. കാരണം ഇത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ മൈദ യൂസ് ചെയ്യുന്നില്ല, ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി എടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഈ മൈദയൊക്കെ ഒരുപാട് ചെല്ലുമ്പം കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാമല്ലോ. അപ്പം ഗോതമ്പ് പൊടി അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ആ ഒരു എന്താ പറയുക, നമുക്കൊന്ന് പിടിക്കാൻ കിട്ടുന്ന ഒരു പരുവം വരെ നമുക്ക് ഗോതമ്പ് പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. കുറഞ്ഞതൊരു 4-5 മണിക്കൂറൊക്കെ നമ്മളിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാനും ഒക്കെ പറ്റും. ഹാർഡായിട്ടൊന്നും നല്ല ഇതിരിക്കുന്നത്, നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒരു കടായി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയോ എന്ത് ഓയിലാണോ വേണ്ടത് അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമുക്കിത് ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കണം, തീ കുറച്ചിട്ട് മൂപ്പിക്കണം. കാരണം നമുക്കിത് ഉള്ളൊക്കെ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇത് തീയൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നല്ലപോലെ മൊരിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഇതാ ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്, അകവും നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. തീ ഒരുപാട് കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, പക്ഷേ ഉള്ളു വേഗത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല കറക്റ്റ് പാവായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ എല്ലാം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കോരി എടുക്കാം. ഇനിയും കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കോരി എടുക്കാവേ. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇവിടെ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ നല്ലപോലെ നിൽക്കുന്നുണ്ട്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.